സംഘപരിവാർ സഹയാത്രികനായ ടി.ജി. മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോയ്ക്ക് എതിരെ പ്രതിഷേധം ശക്തം. എന്താ സംഭവം? കേക്കട്ടെ. ഡൽഹിയിൽ സമരം ചെയ്ത യുവാക്കളെ വെടിവെച്ച് കൊന്ന് ശവം പെറുക്കി ആശുപത്രിയിലിടുമെന്നാണ് ടി.ജി. മോഹൻദാസ് പറഞ്ഞത്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഈ സമരം ചെയ്യുന്ന ആളുകളോട് എത്രമാത്രം സംഘപരിവാറിന് വിദ്വേഷമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് ടി.ജി. മോഹൻദാസിന്റെ ഈ പ്രതികരണം. നോക്കൂ, ഇയാളെ ഒന്നും അഡ്രസ്സ് ചെയ്യാനുള്ള യാതൊരു നിലവാരവും ഉള്ളത് കൊണ്ടല്ല. ഇതൊരു സ്പെസിമനാണ്. ഈ കേരളത്തിലെ ഓരോ സംഘപരിവാറുകാരനും ആഗ്രഹിച്ചിരുന്നതാണ് ഇയാളുടെ വായിലൂടെ ഛർദ്ദിച്ചത്. നിന്നെയൊക്കെ മുൾക്കിയിടം വെച്ച് ചാട്ടവാറോട് അടിക്കാൻ വേണ്ട. ജന്തർ മന്ദറിൽ തടിച്ചുകൂടിയ നമ്മുടെ ആ ഓരോ കുഞ്ഞുങ്ങളെയും വെടിവെച്ച് കൊന്ന് ലോറിയിൽ അടുക്കി കയറ്റി ശവം കൊണ്ടുപോകുന്നത് കാണാൻ കൊതിച്ചിരുന്നവരാണ് കേരളത്തിലെ ഓരോ സംഘപരിവാറുകാരും. കുറ്റബോധമില്ലാത്ത മനുഷ്യരാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അപകടകാരികൾ. അത് ഒന്ന് മനസ്സിലാക്കണം. ആര്? നമ്മുടെ പുതിയ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. എത്ര നിന്ദ്യവും നികൃഷ്ടവുമാണ് ഈ കൂട്ടരുടെ മനസ്സെന്നുള്ളതിന് ഇത് കൂടുതൽ ഉദാഹരണം വേണോ ചങ്ങാതി? നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി, ഞങ്ങളുടെ MLA കൂടിയാണ്, ഹരിപ്പാട് മണ്ഡലക്കാരനാണ് ഞാൻ. രമേശ് ചെന്നിത്തല സാറിനോട് സ്നേഹപൂർവ്വം ചോദിക്കുകയാണ്, സാർ ഇതിനൊന്നും ഈ നാട്ടിൽ കേസില്ലേ? വീട്ടിലൊരു മുഖവും സമൂഹത്തിൽ മറ്റൊരു മുഖവുമായി നടക്കുന്ന ഇത്തരം മാന്യന്മാരുടെ മുഖംമൂടി വലിച്ചു കീറുകയാണ് വേണ്ടത്. പല ആളുകളും ടി.ജി. മോഹൻദാസ് പറഞ്ഞതിനെ തമാശയിലൂടെ ഞാൻ അടക്കം അവതരിപ്പിച്ചു. ഈ തമാശകൾക്കപ്പുറം ഒരു ഗൗരവമില്ല സാറേ. ഈ നാട്ടിലെ, ഈ നാടിൻ്റെ പ്രതീക്ഷയായ, ഈ നാടിൻ്റെ സ്വത്തായ യുവ സമൂഹത്തെ അവർ സമരം ചെയ്തതിൻ്റെ പേരിൽ അവരെയൊക്കെ നെഞ്ചു തുളക്കും, വെടിവെച്ച് കൊന്നുകളയും, അവരെ കൂട്ടിയിടും, ആശുപത്രി കൊണ്ടുപോയി കൂട്ടിയിടും എന്നൊക്കെ പറയുമ്പം ഇതിനൊന്നും ഈ നാട്ടിൽ ഗൗരവമില്ല സാറേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആളൊരു തല്ലിപ്പൊളിയനാ, ആരെയും വില വെക്കും. ഞാൻ ആലോചിക്കുകയാണ്, ആ ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ തലയിൽ ഒരു തൊപ്പിയും അല്ലെങ്കിൽ ഒരു അല്പം ഇച്ചിരി ഊച്ചാന്താടിയും ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട്ടിൽ എന്തെല്ലാം ചർച്ചയാണെന്നെ, ഏതെല്ലാം ആംഗിലുള്ള ചർച്ചയാണ്, എത്ര ദിവസം അതിനെക്കുറിച്ച് ചാനലുകൾ ഉറക്കമൊഴിച്ച് ചർച്ച ചെയ്തേനെ. ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും വലിയ വീരശൂര പരാക്രമങ്ങൾ ഉണ്ടായിട്ടും ഒരു ക്രിമിനൽ രക്ഷപ്പെട്ടെന്നോ? എന്താ സാറേ, ഇതിനൊന്നും ഇവിടെ യാതൊരുവിധ ഗൗരവമില്ലേ? ഈ നാടിന്റെ സ്വത്ത്, ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയാണ് ഇവിടുത്തെ യുവാക്കൾ. അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ സമരം ചെയ്യുമെന്നുള്ളത് സ്വാഭാവികമാണ്. ഇവിടെ എത്ര സമരം കഴിഞ്ഞു? ഈ സമര പോരാട്ടങ്ങളിലൂടെയാണ് ഈ കേരളം, നമ്മൾ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യവും ഈ കേരളത്തിലെ നവോത്ഥാനവും ഒക്കെ സമര പോരാട്ടങ്ങളിലൂടെയാണ്. അല്ലെങ്കിൽ ഒരുത്തന്റെ ഔദാര്യം കൊണ്ടല്ല നമ്മൾ ഈ അനുഭവിക്കുന്ന സുഖമൊക്കെ കിട്ടിയത്. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. പിന്നെ ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമുണ്ടോ? ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. ആ സമരം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്ന ഈ എംബോക്കിയെ, ഇവനെ പിടിച്ചകത്തിടാൻ ഇവിടുത്തെ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്ത ഞങ്ങളെയൊക്കെ സത്യത്തിൽ നിങ്ങൾ ഒന്നുമല്ലാതാക്കുകയല്ലേ? എന്തത് വായില് നാവണ്ടോന്ന് നോക്കിയതാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ലോ. ഒരു നാടിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പരിപാടിയാണ് ഈ വർഗീയത, ഈ കൊലവിളി. ഇത് ഇയാളടക്കം എത്ര പേര് ഇവിടെ നടത്തുന്നുണ്ട്? ഇവർക്ക് ആർക്കെങ്കിലും എതിരെ കേസുണ്ടോ? ഇവരെന്താണ്? ആർക്കാണ് ഭയം? ഇവരൊക്കെ ആർക്കാണ് ഭയം? നിങ്ങൾക്ക് ഭയമുണ്ടോ? ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് ഭയമുണ്ടോ? ഇവരെ ഞങ്ങൾക്ക് ആർക്കും ഭയമില്ല. അതുകൊണ്ടാണ് തുറന്ന് സംസാരിക്കുന്നത്. ഈ നാടിത് എങ്ങോട്ടാ പോകുന്നത് എന്റെ ഭഗവാനെ?